എൻ്റെ മീശയും താടി എല്ലാം ഫ്രീസായി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പുതിയൊരു എപ്പിസോഡിലായിട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോണത് ഒരു കൊറിയർ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വരും. പക്ഷേ ഇവിടെ നമ്മൾ പോയി കളക്ട് ചെയ്യണം. ഓരോ കൊറിയറിൻ്റെ ഓരോ സ്പോട്ടുകളുണ്ടാവും കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് കിട്ടിയ സ്ഥലം എന്ന് പറയണത് ഒരു 2 കിലോമീറ്റർ അടുത്തുണ്ട്. കിട്ടിലും പ്ലഗായി പോയത്. അത് ഈ തണുപ്പത്ത് നടക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. കണ്ടില്ലേ, ഇതൊക്കെ ഇട്ടിട്ട് വേണം നടക്കാൻ. അതിൻ്റെ ഇടയിൽ നല്ല കിഡില്ല തണുപ്പും, ഒരു രക്ഷയില്ല തണുപ്പ്. കണ്ടില്ലേ, ഫ്രീക്ക് അടിച്ച് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്തൊക്കെ വന്നാലും ഇതിൻ്റെ ഉള്ളിലേ നമുക്ക് ഫ്രീക്ക് അടിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ മുകളിൽ എന്തായാലും ഇത് വേണം. ഗ്ലൗ ഉണ്ട്, ക്യാപ്പ് ഉണ്ട്, പിന്നെ ഉള്ളിൽ കുറേ ലെയർ ഡ്രസ്സ് ഉണ്ട്. ഇതൊന്നും ഇല്ലാണ്ട് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. എന്തായാലും ഞാൻ ഓർഡർ ചെയ്തേക്കുന്ന ഷീനിന്നാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ദുബൈയിലൊക്കെ ഉണ്ടത്, ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ പണ്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു, ചൈനയായിട്ടുള്ള പ്രശ്നം കാരണം. സോ ഞാൻ ഓർഡർ ചെയ്തേക്കുന്ന ഷീനിന്നാണ്. പോണ വഴിക്ക് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചത്. ഇതിവിടെ കണ്ട കിടിലം മഞ്ഞാണ്, ഒരു രക്ഷയില്ല മഞ്ഞ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ 2 ദിവസമായിട്ട് സ്നോഫോൾ ഇല്ല. സ്നോഫോൾ കുറവാണ്. സ്നോഫോൾ ഉണ്ടെങ്കിൽ തണുപ്പ് കുറവായിരിക്കും സത്യത്തിൽ. സ്നോഫോൾ ഇല്ലെങ്കിൽ ഒടുക്കത്തെ തണുപ്പായിരിക്കും. ഇന്ന് ഇച്ചിരി തണുപ്പ് കുറവുണ്ട്. ഈ സൂര്യനും കൂടി വന്നു കഴിഞ്ഞാണ്ടല്ല ഭയങ്കര സീനായിരിക്കും തണുപ്പ്. ഒരു രക്ഷ ഉണ്ടാവില്ല. ഇന്ന് സൂര്യൻ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞാനൊക്കെ ആദ്യം വിചാരിച്ചു സൂര്യൻ വെയിൽ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലേ, നല്ല ചൂടായിരിക്കും, തണുപ്പ് കുറവായിരിക്കും. ഇവിടെ നേരെ തിരിച്ചാണ്. വെയിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തണുപ്പ് കൂടും. ഇവിടെ ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. ഇതിൻ്റെ അപ്പുറത്തോടി ഒരു റെയിൽവേ ട്രാക്ക് കൊണ്ടിട്ടാ ഞാൻ കാണിച്ചുതരാം. പോണ വഴിക്ക് ഇതൊക്കെയാണ്. കാരണം സ്നോ ഈ അടുത്തൊന്നും പെയ്തിട്ടില്ല. അതാണ് ഈ കണ്ട ഒരു അഴുക്ക് പിടിച്ച കളർ കണ്ട. കാരണം 2-3 ദിവസമായി സ്നോ ഒന്നും മര്യാദക്ക് പെയ്തിട്ടില്ല. മര്യാദക്ക് പെയ്യണമെങ്കിൽ ഇതൊക്കെ പ്യുവർ വൈറ്റ് ആയിരിക്കും. റോഡിൻ്റെ കളർ കണ്ട ചെളി പിടിച്ച പോലെ. യെസ്, ഇതാണ് റെയിൽവേ ട്രാക്ക്. ഇതാണ് ഐസ് കോരണ സാധനമാണ് ജേസി. ഐസ് രാവിലെ ക്ലീൻ ചെയ്യും പാവങ്ങൾ. എല്ലാ ദിവസവും രാവിലെ ഒന്ന് ക്ലീൻ ചെയ്യും. പക്ഷെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, സ്നോഫോൾ ഇല്ലല്ലോ. ഇതാണ് ഇവിടുത്തെ റെയിൽവേ ട്രാക്ക്. ഇതാക്കാണ് നമ്മുടെ സ്റ്റേഷൻ. എസ്പോ എന്നാണ് നമ്മുടെ സ്റ്റേഷൻ്റെ പേര്. സംഭവം റെയിൽവേ ട്രാക്ക് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ റെയിൽവേ ആയിട്ടൊന്നും കമ്പയർ ചെയ്തിട്ടാ. ഇതൊക്കെ വേറെ മൂഡ് റെയിൽവേ ആണ്. അതായത് നമ്മുടെ നാട്ടിലെ എക്സാക്ട് മെട്രോ എങ്ങനെ ഉണ്ടാവും ആ ഫീലാണ്. ഇവിടെ ഒരു തുരങ്കം, അതിൻ്റെ മുകളിലൊരു കാട്. നല്ല രസമുണ്ടല്ലേ നോക്കി, നല്ല കിടില ഫീലാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ കൂടി റെയിൽവേ ട്രാക്ക്. പൊളി. ഇതാണ് ഇവിടുത്തെ ബസ് കിടില ബസ്സാണ്. നമ്മുടെ നാട്ടിലെ KSRTC ലോ ഫ്ലോറില്ലേ, ആ സാധനം തന്നെ ഇവിടെ എല്ലായിടത്തും അത് തന്നെയാണ്. ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ, കണ്ടക്ടറൊന്നുമില്ല, എല്ലാം ഓട്ടോമാറ്റഡാണ്. ഓക്കെ, സിഗ്നല് ഇവിടെ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാണ്ട് വഴിയില്ല. നമ്മുടെ നാട്ടിലെ പോലെ ഓടി ക്രോസ് ചെയ്യാനൊന്നും പറ്റില്ല. ഓടി ക്രോസ് ചെയ്താൽ പഠിച്ച് കൈ തരും. എന്ത് ഫൈൻ, അത് തന്നെ. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇവിടെ കിടിലം ഫോറസ്റ്റ് ഉണ്ട് അപ്പുറത്ത്. മഞ്ഞിലായിരുന്നെങ്കിൽ പോരുന്ന അങ്ങോട്ടൊക്കെ. ഈ മഞ്ഞത്ത് പോലെ പാടാണ്. ഇപ്പം തന്നെ ഞാൻ അണച്ച് നടന്ന് സംഭവം 2 മിനിറ്റോ 3 മിനിറ്റോ ആയിട്ടുള്ളൂ. പക്ഷെ ഞാൻ അണച്ച്, കാരണം നമുക്ക് ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നം വരും. 2 മിനിറ്റ് നടക്കുമ്പോൾ ബാക്കിയുള്ള നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ നടക്കണ പോലെയല്ല ഈ തണുപ്പത്ത് നടക്കണത്. ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് ഇതാവും, ഒരു രക്ഷയില്ല. പക്ഷെ എന്നാലും പോകാണ്ട് വേറെ വഴിയില്ല. ബസ് എടുത്തു കഴിഞ്ഞാൽ €4.5 കൊടുക്കണം ഒരു സൈഡ്. നാട്ടിലെ 450 രൂപ.
സോ അതിനേക്കാളും ബെറ്റർ. അയ്യോ, ഞാൻ ഇവിടെ പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ട്, ഇവിടെ പ്രസ് ചെയ്യണം എന്നാലേ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. മാണ്ടാൻ പ്രസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴാണ് പ്രസ് ചെയ്തത്. അത് പൊട്ടലാണ്. മറന്നുപോയി വണ്ടാരം. അത് ഈ വീഡിയോ എടുക്കണതിൻ്റെ ഇതിൽ ഞാൻ മറന്നുപോയി. ഓക്കെ, അതായത് നമ്മുടെ നാട്ടിലെ ഞാൻ പറഞ്ഞു ടിക്കറ്റിൻ്റെ കാര്യം, നമ്മുടെ നാട്ടിലെ 450 രൂപ. 450 രൂപ വൺ സൈഡ്, തിരിച്ചും വരുമ്പോൾ 450 രൂപ. അതാകുമ്പോൾ ഇപ്പോൾ 9 യൂറോ ആയി, 900 രൂപ ആയി. ആ 900 ഞാൻ ആകെ ഓർഡർ ചെയ്തേക്കണ അത്ര 5 യൂറോയുടെ സാധനമാണ്. ഈ 5 യൂറോയുടെ സാധനം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 900 രൂപ മുടക്കി പോകണ്ട എന്നുള്ള വിചാരത്തിലാണ് ഞാൻ നടന്നു പോകാൻ വിചാരിച്ചത്. നടന്നു പോകാൻ നൈസാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഗൈസ്. തണുപ്പൊരു ഇച്ചിരി കുറവുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, സീനില്ല, നല്ല രസമുണ്ട് കാണാൻ. കിടിലം ഫീലാണ്. എവിടെ നോക്കിയാലും നല്ല പച്ചപ്പും നല്ല മഞ്ഞും, കിടിലം ഫീല്. നല്ല ആൾക്കാർ, നമ്മളൊന്നും ശല്യപ്പെടുത്താൻ വരില്ല, നമ്മളങ്ങോട്ട് ശല്യപ്പെടുത്താൻ പോരുതും. അത് വേറെ കാര്യം. അപ്പോഴുണ്ടത് ഈ വോക്സ്വാഗൻ്റെ വണ്ടിയാണ് ഈ കാണുന്നത്, പുതിയ മോഡൽ. നല്ല രസമില്ലേ? നമ്മുടെ നാട്ടിലൊന്നുമില്ല. കിടിലം ഫീൽ, കിടിലം ലുക്കാണ് കാണാൻ. ഇതൊരു കാടാണ് കേട്ടോ, പോണ വഴിയിലുള്ളതാ. ഞാൻ ഇപ്പോൾ പോണ കൊറിയർ സെൻറ്റർ ലിഡിലിൻ്റെ അവിടെ തന്നെയാണ്. പക്ഷെ ഞാൻ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ എന്തോ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും പോയി നോക്കാം. പോയി നോക്കിയിട്ട് എന്തായാലും എൻ്റെ ID കാർഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് കണ്ട ഗൈസ്, വെള്ളം വന്നിട്ട് ഐസായി പോയേക്കണ കണ്ട. ഇത് വന്നിട്ട് സ്നോ പെയ്തിട്ടുള്ളതല്ല കേട്ടോ, വെള്ളം ഇങ്ങനെ വന്നിട്ട് തണുപ്പ് കൊണ്ട് ഇങ്ങനെ ഐസായി പോയതാണ്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. ഓ, സ്നോ പെയ്യണ്ട കേട്ടാ ചെറുതായിട്ട്. ഓ, സീൻ മാൻ. അതിനെ പോയി നോക്കാം. നല്ല രസമുണ്ടല്ലേ, ഡെക്കറേറ്റ് ചെയ്ത് വെച്ചോലുണ്ട്. നോക്കി, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ക്രിസ്മസ് ട്രീ ഒരുക്കൂല, അപ്പോൾ പഞ്ഞി വെക്കൂലേ, അതുപോലെ നല്ല രസമുണ്ട്. നേരിട്ടാണ് നല്ല ഭംഗിയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് എത്രത്തോളം ഈ ക്യാമറയിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് അറിയില്ല, പക്ഷെ നേരിട്ടാണ് കിടിലം ഫീലാണ്. ഇതുണ്ടോ മഞ്ഞിങ്ങനെ ഒന്ന് കടന്നു വന്നപ്പോഴേണ്ട ഈ കാടിനുള്ളിലോട്ട് നടക്കാനൊക്കെ ആൾക്കാർ പോകാറുണ്ട്. കാൽപ്പാട് കണ്ട, നല്ല രസമായിരിക്കും അങ്ങോട്ടൊക്കെ പോണത്. പക്ഷെ ഞാൻ എന്തായാലും പോകണില്ല, എനിക്ക് അത്രയും രസം വേണ്ട. എനിക്ക് ഈ രസം തന്നെ താങ്ങാൻ പറ്റണില്ല. കൈയൊക്കെ കിടന്ന് വിറക്കണ്, ഗ്ലൗ ഇട്ടിട്ടും ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ടും. എൻ്റെ പൊന്നോ, അവിടെ ഒരു കൂറ്റം ട്രെയിൻ കിടക്കുന്നുണ്ട് കാണണ്ട. ഇതിപ്പോഴത്തെ കൂടിയിൽ ഇവിടുത്തെ റോഡ് പോകുന്നുണ്ട്. പിന്നെ ഫുള്ള് കാടും അതിൻ്റെ ഇടയിലൊരു വീട്, ഇങ്ങനെ റോഡ്. BMൻ്റെ ഒക്കെ മേളിൽ കണ്ട. സ്ഥലത്തിൻ്റെ പേര് നോക്കിക്കേ, മൂരള മോർബി. ആ മൂരല എന്നുള്ള ഫിന്നിഷിലാണ്, താഴെ മോർബി എന്ന് എഴുതിയേക്കണ സ്വീഡിഷിലാണ്. ഇവിടെ 2 ലാംഗ്വേജും യൂസ് ചെയ്യും. ഫസ്റ്റ് ഫിന്നിഷ്, സെക്കൻഡ് സ്വീഡിഷ്. പണ്ട് ഇവിടെ സ്വീഡൻ്റെ ഒക്കെ ഇതിനായിരുന്നു പറയണത്. ഇതുണ്ടോ ഒരു മരം ഒടിഞ്ഞു വീണിട്ട്, സി ഗൈസ്, മരം ഒടിഞ്ഞു വീണു. കണ്ടെയ്നർ ടൈപ്പിലുള്ള എന്തോ പരിപാടിയാണ്, റെൻ്റാന്നുള്ള എന്തോ ഒരു ഓപ്ഷനാണ്, എന്തോ പരിപാടിയാണ് ഇവിടെ. വീടല്ല, വേറെ എന്തോ പരിപാടിയാണ്, എന്തോ അറിയില്ല. ഓക്കെ, ഒരു രക്ഷയിലേട്ടാ. സംഭവം 8 മിനിറ്റോ 7 മിനിറ്റോ അങ്ങോട്ട് ആയിട്ടുള്ളൂ. പക്ഷെ കൈ ഇതിട്ടിട്ടും ഒരു കാര്യമില്ല. ഞാൻ മറ്റേ ഗ്ലൗ കൂടി എടുത്ത് ഇടട്ടെ ഗൈസ്, അത് എൻ്റെ വീഡിയോ എടുക്കാൻ. ഒരു രക്ഷയില്ല ഗൈസ്. നമ്മിപ്പോൾ ഓട വഴിക്ക് അടിയിലൊരു ചെറിയൊരു പുഴ അല്ലെങ്കിൽ ഒരു ചെറിയൊരു തോട് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു കണ്ടാ, മൊത്തം ഫ്രീസ് ആയിട്ടിരിക്കണം. അത് ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വേറെ സംഭവം കാണിച്ചു തരാം. നോക്കൂ ഗൈസ്, കണ്ട വെള്ളം ഇത് ഇത്രയും ഫ്രീസായിപ്പോയി. നല്ല രസമുണ്ട് കാണാം. നമ്മുടെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നോട്ട്ബുക്കിൻ്റെ ബാക്കിൽ ഒരു വാൾപേപ്പറൊക്കെ ഉണ്ടാവില്ല, അതേ ഫീലാണ്. നോക്കിക്കേ, ഈ ആ മരച്ചില്ലകളിൽ ഐസ് ഇരിക്കണതും, ഓഫ് കിടിലം ഫീല്, ഒന്നും പറയാനില്ല. ഇവിടെയൊക്കെ മഞ്ഞാട്ടാ. അതെ, ഓ കിടിലം ഫീല്. ഇനി ഇവിടെയൊക്കെ ഈ റോഡിൻ്റെ സൈഡിൽ ഈ വീടൊക്കെ ഉള്ള ഏരിയകളിലെ അവിടേക്ക് ഇതുപോലത്തെ ഒരു വലിയൊരു മതിലുണ്ടാവും കേട്ടോ. റോട്ടിൽ നിന്ന് ഇത്രയും മാറി എല്ലാം ഒരു കവേർഡ് ആയിട്ടുള്ളൊരു മതിൽ. അത് ഈ ഹൈവേയുടെ സൈഡിലുണ്ട്. ഞാൻ
ഹൈവേയിലൊക്കെ പോകുമ്പോൾ നോക്കാറുണ്ട്. അവിടെ ഉണ്ട് ഇതുപോലത്തേത്. അതാകുമ്പോൾ അങ്ങോട്ട് വലിയ എന്തിനാണോ ഇത് പണിതേക്കുന്നത്, ചിലപ്പോൾ പ്രൊട്ടക്ഷനാണോ അല്ലെങ്കിൽ എന്തിനാണെന്നറിയില്ല. എന്തായാലും കൊള്ളാം. ഇതാണ്, ഇവിടെ നോക്കിയാലും വെള്ള, മഞ്ഞ് മാത്രം, മഞ്ഞത്ത് കൂടി ഒരു നടത്തം. പിന്നെ ഇത് കണ്ട ഒരു ചെറിയ ഇങ്ങനെ പൊടി പോലെയുള്ള ഒരു സാധനം കിടക്കണണ്ട. അത് നമ്മൾ ടർഫിലൊക്കെ നമുക്ക് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ റബ്ബറിൻ്റെ ഒരു സാധനം ഇടൂലേ, അതുപോലെ മഞ്ഞിൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ ഇവർ ചെയ്യും. ഒന്ന് ഉപ്പിടും, പിന്നെ ഇവരിടുന്നത് ചെറിയ ഗ്രാവലില്ലേ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ പൊടിക്കല്ലുകൾ, അതും ഇവർ കൊണ്ടുവന്നിടും. എന്നാലേ ഗ്രിപ്പ് കിട്ടുള്ളൂ. ഇത് കണ്ട, എന്നാലേ കിട്ടില്ലെങ്കിൽ തെന്നി പടാൻ വേണ്ടി എപ്പോൾ വീണെന്ന് ചോദിച്ചാൽ മതി. അത് നല്ല പരിപാടിയുണ്ട്. രാവിലെ വണ്ടി വരും, ലൈക്ക് ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വണ്ടി വന്ന് ഇതിട്ടിട്ട് പോകും. അത് നല്ല രസമൊക്കെ കാണാൻ അത് ഇടുന്നത്. ഇത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ഇതാണ് ബോർഡ്, ഏതൊക്കെ ബസ് നിർത്തും എന്നുള്ളത് കണ്ടില്ലേ. 235N, പിന്നെ 241, 168. അത് ഓരോരോ സ്ഥലത്തോട്ടുള്ള ബസ്സിൻ്റെ നമ്പറുകളാണ്. ഇവിടെ വരുമ്പോഴാണ് ഇവിടെ നല്ലൊരു പെയിൻറ്റിങ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അത് സ്റ്റിക്കർ വർക്കാണോ പെയിൻറ്റിങ് ആണോ എന്നറിയില്ല. നല്ല രസമാണ് കണ്ടാ, കിട്ടില്ലല്ലേ കാണാൻ, കൊള്ളാം ഗൈസ്. എൻ്റെ മീശ വരെ ഫ്രീസായെന്ന് തോന്നുന്നു. നോക്ക് ഗൈസ്, ഓ അമ്മാതിരി ഇതാണ്. ഇത് ഇവിടെ അടുത്തൊരു സ്റ്റിക്കർ വർക്കാണോ പെയിൻറ്റിങ് ആണോ എന്നറിയില്ല. അടുത്തൊന്ന് പോയി നോക്കാം. ഇത് പെയിൻറ്റിങ് ആണെന്ന് തോന്നുന്നു, വേറെന്തോ ടൈപ്പ് പെയിൻറ്റിങ് ആണെന്ന് തോന്നുന്നു. കൊള്ളാട്ടാ, കിട്ടില്ല ഫീല്, ഒന്നും പറയാനില്ല. യെസ്, ഫൈനലി നമ്മൾ എത്തി ഗൈസ്. ഇതാ കാണുന്ന ഇത് കണ്ട ലീഡിൽ നിന്നുള്ള, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. യെസ്, അവിടെയാണ് എനിക്ക് ലൊക്കേഷൻ കാണിച്ചേക്കണത്. എന്താകോ എന്തോ, പോയി നോക്കട്ടെ ഗൈസ്, കിട്ടിയാൽ മതി. ഒരു സംഭവം കാണിച്ചു തരാട്ടാ. ഈ നടക്കുമ്പോൾ ബ്രീത്ത് ചെയ്യാനുള്ള പ്രശ്നം കാരണം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ എൻ്റെ മാസ്ക് ഊരി. എൻ്റെ അവസ്ഥ നോക്കിക്കേ, എൻ്റെ മീശയും താടിയും എല്ലാം ഫ്രീസായി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എത്ര 8 മിനിറ്റ് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. അതിന് മുമ്പ് എന്തായാലും ഫ്രീസായിട്ടുണ്ട്. നോക്കിക്കേ, ഇതാണ് അവസ്ഥ. വാവ്, ഫാന്റാസ്റ്റിക് ആൻഡ് ഇലാസ്റ്റിക് ആൻഡ് വേറെ മൂഡ്. പൊന്നോ, പുക പോണോയിക്കോട്ടോ. ഫൈനലി നമ്മൾ ഇവിടെ എത്തി കഴിച്ച്. എവിടെയാണോ വഴി, ഇത് കുറേ വഴിയൊക്കെ ആണ്. അത് ഇവിടെ ഒരു വഴിയാണുണ്ട്. ഇതിന് പോയേക്കാം, സൂക്ഷിച്ച് നടക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പടവനടിക്കും കൂട്ടുകാരെ. ഓ, ഇതാണ് ലിഡിൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സൂപ്പർ മാർക്കറ്റാണ്. യൂറോപ്പിലുള്ള എല്ലാവർക്കും അറിയാം. നമ്മുടെ എൻ്റെയൊക്കെ സ്ഥിരം വേട്ടമ്പൃക്കമാണിത്. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ, നമ്മളിവിടെ തന്നെ വരുള്ളൂ. അകത്തിന് ഈ വീഡിയോ എടുക്കാൻ സമ്മതിക്കുമോ അറിയില്ല ഗൈസ്. ഞാൻ എന്തായാലും ഓഫ് ചെയ്യട്ടെ. അപ്പോൾ ഇവിടെയാണ് ഗൈസ്. ഇതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല, നോക്കി നോക്കാം. ഇതായിരുന്നു ലോക്കർ. എല്ലാം ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് കണ്ട, ഇതിവിടെ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഇത് കണ്ട. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അതിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അടിച്ചു കൊടുത്തിരുന്ന നമ്മുടെ ഇമെയിൽ ഐ ഡിയും ഇതൊക്കെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഓപ്പൺ ആക്കുക. എന്നിട്ട് ബ്ലൂടൂത്ത് ഓപ്പൺ ആക്കി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ അടുത്ത് കൊണ്ടുപോകുക. അപ്പോൾ കാണിച്ചു വരുമ്പോൾ ഏത് ലോക്കറിലാണ് നിങ്ങളുടെ സാധനം ഇരിക്കണേ എന്നുള്ളത്. അത് നേരെ കൊണ്ടുപോകുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ എന്നുള്ളത് നമ്മുടെ ഫോണിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇത് ഓപ്പൺ ആവും. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേ പാഴ്സൽ എടുക്കുക. ഇത്രയേ ഉള്ളൂ. കിട്ടില്ല പരിപാടി, ഒന്നും പറയാനില്ല. 10ൽ 10 കൊടുക്കും നമ്മൾ. ഇതൊക്കെ എടുത്ത് ഗൈസ് നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ റൂമിലോട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കണ്ടൊരു കാഴ്ച എന്താ, നമ്മുടെ നാട്ടിലൊക്കെ അരുവി എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അത് ഫ്രീസായി പോയി ഗൈസ്. ചെറുതായിട്ട് സ്നോ വീണുണ്ട്. ഇതുണ്ടോ, അത് ഫ്രീസായി പോയി. മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഭംഗി ഒരു രക്ഷയില്ല. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നടത്തം മാത്രമേ ഉള്ളൂ കുറച്ച് പ്രശ്നം. തിരിച്ച് പോണ വഴിക്ക് കണ്ട കാഴ്ചയാണ്.
നോക്കിക്കേ, അത്രയും ആ മരങ്ങളുടെ നടുക്ക് ഒരു പുകക്കുഴൽ. ആ പുകക്കുഴലിൽ നിന്ന് കുറേ പുക പോകുന്നു. നല്ലൊരു ഫ്രെയിം കാണാൻ, നല്ല ഭംഗി.